ഉണ്ടാക്കിയ ജൈവ സ്ലറിയാണിത്. നമ്മുടെ പച്ചക്കറികൾക്ക് ഇരട്ടി ഗുണം നൽകുന്ന ഒരു മരുന്നാണ്. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഞാനിത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ആദ്യം കാണിച്ചു തരാം. നമ്മൾ 1 ലിറ്റർ സ്ലറി എടുക്കുകയാണെങ്കിൽ അതിന് 10 ലിറ്റർ എന്ന രീതിയിൽ വേണം ഡൈലൂട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ 1 ലിറ്റർ സ്ലറി എടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നല്ല പുളിച്ച കഞ്ഞിവെള്ളം ഒരു 3 ലിറ്ററോളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിന് ബാക്കി വെള്ളം കൂടി ചേർത്ത് 10 ലിറ്റർ ആക്കിയിട്ട് ഡൈലൂട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി. സ്ലറി നമുക്ക് കഞ്ഞിവെള്ളം എടുക്കാതെയും ഉപയോഗിക്കാം. എന്നാൽ കൂടുതൽ ഗുണം കിട്ടണമെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തെടുത്താൽ മതി. ആഴ്ചയിൽ ഒരു ദിവസം ഏകദേശം ഒരു വൈകുന്നേര സമയങ്ങളിൽ നമുക്ക് ഇതെല്ലാ ചെടികൾക്കും നമ്മുടെ പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും ഒക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന ജൈവവളമാണ് ഇട്ടത്. ഇതുണ്ടാക്കിയെടുക്കാൻ അധികം ടൈമൊന്നും വേണ്ട, വളരെ എളുപ്പമാണ്. കുറഞ്ഞ സ്ഥലപരിമിതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങൾക്കാണ് ഈ സ്ലറി ഒഴിച്ചു കൊടുക്കുന്നത്. സ്ലറി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇലകളിലാവാതെ മണ്ണിലാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്, ഇലകളിലൊന്നും ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ഞാനിതെങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ധാരാളം ഹോൾസ് ഉള്ള ഒരു പാത്രം നമ്മൾ സംഘടിപ്പിക്കാം. എൻ്റെ ഉള്ളത് ഇത് പഴയ സ്പിന്നറാണ് കേട്ടോ, പഴയ വാഷിംഗ് മെഷീൻ്റെ സ്പിന്നറാണ്. അപ്പോൾ അതിലാണ് ഞാൻ പച്ചക്കറി വേസ്റ്റൊക്കെ ശേഖരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ നമ്മൾ ഒരു ബക്കറ്റും കൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ പൊത്തുകളുള്ള ഒരു പാത്രം എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഹോൾസ് നന്നായിട്ട് സൈഡിൽ നന്നായി ഹോൾസ്, അടിയിലും സൈഡിലും നന്നായി ഹോൾസ് ഇട്ടുള്ള ഒരു പാത്രം സംഘടിപ്പിക്കാം. അതിൻ്റെ താഴെ വെക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രം കൂടി, പൊത്തുകളൊന്നും ഇല്ലാത്ത നല്ലൊരു ബക്കറ്റും കൂടി സംഘടിപ്പിച്ചേക്കാം. എന്നിട്ട് അതിലാണ് നമ്മൾ ഈ പൊത്തുകളുള്ള പാത്രത്തിലാണ് പച്ചക്കറി ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ അടിയിലേക്ക് ഇതേപോലെ ഊറിയിട്ട് ആ പച്ചക്കറിയുടെ സത്ത് നമുക്ക് കിട്ടും. അതാണ് ഈ സ്ലറി. ഇതാണ് ഞാൻ ഉണ്ടാക്കുന്ന സ്ലറിക്കും. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം കുറച്ച് എടുത്തിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് കഞ്ഞിവെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് പച്ചക്കറികൾക്ക്, എല്ലാ പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും ഒഴിച്ചു കൊടുക്കും. ഒരു ഇന്ന പച്ചക്കറി, ഒരു തരം പച്ചക്കറി അങ്ങനെയൊന്നുമില്ല, എല്ലാ പച്ചക്കറികൾക്കും ഒഴിച്ചു കൊടുക്കാം, എല്ലാ പൂച്ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള പച്ചക്കറിയുടെ വേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സ്ലറി ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ബക്കറ്റ് വെക്കണം. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മളിതുപോലെ ഹോൾസൊക്കെ ഇട്ടിട്ടുള്ള ഇതുപോലത്തെ സ്പിന്നർ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ആ ബക്കറ്റ് കവർ ചെയ്തിരിക്കുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു പാത്രം റെഡിയാക്കി വെക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ നമ്മൾ പച്ചക്കറി ഇട്ടിട്ട് അതിൻ്റെ ആ ചണ്ടി കിട്ടും. അതിന് നമുക്ക് നല്ല കമ്പോസ്റ്റ് ആക്കി എടുക്കും ചെയ്യാം. ഇത് നിറയുമ്പോൾ അതിങ്ങോട്ട് കോരി എടുത്തിട്ട് ഉണക്കി നമുക്ക് കമ്പോസ്റ്റ് ആക്കിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലെ അടച്ചു വെച്ചാൽ നമുക്ക് അടിപൊളി സ്ലറി